ഹലോ വെൽക്കം ബാക്ക് അഗെയിൻ അമിഗോസ് ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ കാണാത്തവരൊക്കെ ആ വീഡിയോ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് അങ്ങനെ സപ്പോർട്ടൊന്നും വന്നില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് നമ്മുടെ വണ്ടിക്ക് ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെ ആയിട്ട് പോവുകയാണ്. കുറച്ച് ഭാഗത്തൊക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ സൈഡ്, പിന്നെ ഫ്രണ്ടിലെ ബോണറ്റിൽ ചെറിയ ഗ്രാഫിക്സ് പോലെ, പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസും സൈഡ് ഗ്ലാസും കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ, അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. പിന്നെ നെയിം ബോർഡിൻ്റെ ബാക്കിൽ അവിടെ ചെറിയ വൃത്തികേടായിട്ട് കിടക്കണം. അപ്പോൾ അവിടെയും കുറച്ച് ഗ്രാഫിക്സ് പോലെ എന്തെങ്കിലും ഒട്ടിക്കാനുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഇന്നലെ ആരും എഡിഷൻ നെയിം കമൻറ്റ് ചെയ്തില്ല, കണ്ടവരാരും എഡിഷൻ നെയിം കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എഡിഷൻ നെയിം കമൻറ്റ് ചെയ്താലാണ് നമ്മൾ ഇടുള്ളൂ, അല്ലാത്ത പക്ഷം നമ്മൾ ഏതായാലും ഇടാൻ ഉദ്ദേശിക്കണം. നമ്മുടെ വണ്ടി നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. വണ്ടി ഞാൻ രാത്രി കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് കറങ്ങിയിട്ടൊന്ന് ഇട്ടപ്പോഴത്തേനും നിറച്ച് ചെളിയൊക്കെ ആയി, മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ലോണം ചെളി പിടിച്ച് കിടക്കണം. നമുക്ക് ആദ്യം വണ്ടി ഒന്ന് ഫുള്ള് വാഷ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് സ്റ്റിക്കർ ഒട്ടിക്കാൻ കയറേണ്ടത്. ഇതാണ് നമ്മുടെ വണ്ടി. ഉണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, വെളുത്ത മണ്ണാർക്കല്ല് വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ വണ്ടി നല്ല കറുത്ത ചെളിയൊക്കെ പിടിച്ച് ആകെ ഒരുമാതിരിയായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഞാൻ അകത്തേക്ക് കയറിക്കുന്നത് വണ്ടി ഫുള്ള് ചെളിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി കഴുകണം. അപ്പോൾ നിങ്ങളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് വിളിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അവിടെ നിന്ന് കുറച്ചങ്ങ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു കാർ വാഷിംഗ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി വണ്ടി കഴുകാം. അത് നമുക്ക് മഴയൊന്ന് മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. അങ്ങനെ മഴയൊക്കെ മാറിയിട്ട് നമുക്ക് അങ്ങനെ വണ്ടി എടുത്തങ്ങ് പോകാം ഗൈസ്. എന്നിട്ട് കഴുകിയിട്ട് വേണം പെട്ടെന്ന് പോയി സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ പാട്ടൊക്കെ ഇട്ടങ്ങ് ചില്ല് ചെയ്തങ്ങ് പോകാം ഗൈസ്. സ്റ്റേഷനോട് എത്താറായപ്പോൾ അടുത്ത മഴ വീണ്ടും കഴിച്ചു. മഴക്കാലം ആയതുകൊണ്ട് വണ്ടിക്ക് ഫുള്ള് ചെളി പിടിക്കുകയാണ്, ഭയങ്കര പ്രശ്നമാണ് കഴിച്ചു. ഇതിപ്പോൾ നമ്മളങ്ങനെ കാർ വാഷിംഗ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് സ്റ്റേഷൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിക്കണം. നമ്മളങ്ങനെ വണ്ടി കഴുകാൻ കയറ്റിയാണ്. അപ്പോൾ നമ്മളൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നേരെ അവിടെ നിന്ന് സ്റ്റിക്കർ വർക്കിന് പോകാം.
അവിടെ എത്താറാറുണ്ട്. അപ്പോൾ ഞാൻ ഇനി അവിടെ എത്തിയിട്ട് ഇനി ബാക്കി വീഡിയോ ഗൈസ്. നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പത്തേനും മഴ പെയ്തു ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പുള്ളി പറഞ്ഞിടത്ത് നിങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വൈകുന്നേരം ആകുമ്പോഴത്തേനും വണ്ടി സ്റ്റിക്കർ വർക്ക് ഇനി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ്. ഞാൻ നിങ്ങൾക്ക് വണ്ടിയുടെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്, നമ്മുടെ സ്റ്റിക്കർ വർക്ക്ഷോപ്പ്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ പുള്ളി പറഞ്ഞിടത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം ഗൈസ്. ഇവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് അല്ലറ വർക്കൊക്കെ തീർക്കാനുണ്ട്. പുള്ളി വൈകുന്നേരം ആകുമ്പോഴത്തേനും തീർത്തിടാനാണ് പറഞ്ഞേക്കണം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. വൈകുന്നേരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും ഒരു 2:30-3 മണിയാകുമ്പോഴത്തേനും നമുക്ക് സാധനം കിട്ടി. അപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വണ്ടി കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വണ്ടി പുറത്തേക്ക് ഇറക്കാത്തതെന്നു വെച്ചാൽ മഴയാണ്. പുള്ളി ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വർക്ക് ചെയ്ത് ഫിനിഷ് ആക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ വിചാരിച്ചു. അപ്പോൾ കൂടുതൽ വർക്കൊന്നും നമ്മൾ ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ ഒരു കൂളിംഗ് ഫിലിം ഒട്ടിച്ചു, സൈഡ് ഗ്ലാസ്സിലും കൂളിംഗ് ഫിലിം ഒട്ടിച്ചു. പിന്നെ ഫ്രണ്ടിലെ മറ്റേ ആ ബോണത്തിൻ്റെ അവിടെ ചെറിയൊരു ഗ്രാഫിക്സും, പിന്നെ നമ്മുടെ നെയിം ബോർഡിൻ്റെ ബാക്കിലുള്ള ആ ഭാഗത്ത് ഒരു ചെറിയ ഗ്രാഫിക്സ്. ഇത്രയാണ് നമ്മൾ മൊത്തത്തിൽ ചെയ്തുള്ളൂ. പക്ഷേ ഫ്രണ്ടിൽ ഒട്ടിച്ച കൂളിംഗ് എനിക്ക് സക്സസ് ആയിട്ട് തോന്നില്ല. അത് ഇച്ചിരി ലൈറ്റായി പോയി. ഞാൻ ഇച്ചിരി ഡാർക്കാക്കി ഒട്ടിക്കണമെന്ന് വിചാരിച്ചാൽ അത് പോട്ടെ. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഏതായാലും അത് ഒട്ടിക്കാം. ഏതായാലും മാറ്റി ഒട്ടിക്കാൻ ഞാൻ എന്തായാലും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഏതായാലും മാറ്റി ഒട്ടിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വണ്ടിയുടെ ഫൈനൽ ഔട്ട്ലുക്ക് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല, ആ ബോണത്തിൻ്റെ അവിടെ ആയിട്ടൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ടെന്നും അതും, പിന്നെ ഫ്രണ്ടിൽ മറ്റേ ഈ ഹെഡ് ലാമ്പിൻ്റെ താഴത്തേക്ക് നമ്മളിങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കൊടുത്തു. പിന്നെ ആ ഗ്ലാസിൻ്റെ തൊട്ട് താഴ്ഭാഗത്തും ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കൊടുത്തു. പിന്നെ സൈഡിലേക്ക് പിന്നെ കൂളിംഗ് ഫിലിം കൊണ്ട് ചെയ്യാൻ പറഞ്ഞില്ല, അത്ര സക്സസ് ആയില്ല. പിന്നെ സൈഡ് ഞാൻ കാണിച്ചത്. അപ്പോൾ സൈഡിലും വലിയ കാര്യമായിട്ട് വർക്കില്ല. സൈഡിൽ ആകെ ഈ കൂളിംഗ് ഫിലിം മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഏതായാലും മനസ്സിലാവുമല്ലോ, കൂളിംഗ് ഫിലിം മാത്രമേ ഉള്ളൂ. ബാക്കിലൊരു വർക്കും ചെയ്തിട്ടുള്ളൂ നമ്മൾ. പിന്നെ അപ്പുറ സൈഡിലും സെയിം കൂളിംഗ് ഫിലിം തന്നെ. ഞാൻ ഇൻറ്റീരിയർ നിങ്ങൾക്ക് ഇനി കാണിച്ചു. ഞാൻ പറഞ്ഞ ഇതാണ് ഗൈസ്, നമ്മുടെ നെയിം ബോർഡിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഭാഗത്ത് ഒരു ഗ്രാഫിക്സ് ഒട്ടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം വർക്കൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് നിലവിൽ. അപ്പോൾ നാളെ തൊട്ട് വണ്ടി ഓടാമെന്നുള്ള രീതിയിലാണ് നിൽക്കണത്. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വിളിക്കണ ഓട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടിക്കകത്ത് 34 സീറ്റ് വണ്ടിക്കുള്ള ഓട്ടമാണ്. നമ്മളിപ്പോൾ 2-3 ഓട്ടം കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഇത് നോക്കാം എന്നുള്ള രീതിയിലാണ്. 34 സീറ്റ് വരണം. ഫോർജസ് എക്സ്ട്രാ നമ്മൾ നോക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരെണ്ണം നോക്കണ്ട. അപ്പോൾ 2-3 ഓട്ടമെങ്കിലും ഓടി കഴിയണമെങ്കിൽ പുതിയ ബസ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കണം. അപ്പോൾ ഇത്തരം വർക്കൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തിരിച്ച് നേരെ നമ്മുടെ ഷെഡിലേക്ക് പോകാം ഗൈസ്.
ഗൈസ് ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 4:45 5:30 ആവാറായി. 4:45 5:15 ആവാറായിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നമ്മുടെ എഡിഷൻ നെയിം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്.